ഹായ് ഫ്രണ്ട്സ്, 29 തീയതി ഡിസംബർ 29 PSC നടത്തിയ ജൂനിയർ ടൈം കീപ്പർ സെയിൽസ് അസിസ്റ്റൻറ്റ് പ്രൊവിഷണൽ ആൻസർ കീ തിരുവിതാംകൂറിലെ ഊരൂട്ടമ്പലം പ്രതിഷേധം നയിച്ചതാര്? ആൻസർ ബി, മഹാത്മാ അയ്യങ്കാളി. കേരളത്തിലെ ഇമാനുവൽ കോട്ടയും സെൻറ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത്? ആൻസർ സി, പോർച്ചുഗീസുകാർ. ഡാഷ് കാലത്ത് ദേശീയ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു മരിയാനെ? ആൻസർ, ഫ്രഞ്ച് വിപ്ലവകാലത്ത് ദേശീയ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു മരിയാനെ. 4ാമത്തെ ക്വസ്റ്റ്യൻ, 1936 ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി 1936 ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ആരംഭിച്ചത് ഡോക്ടർ BR അംബേദ്കർ. 5. പ്രസ്താവന എ. ജാതി അനീതിയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് നിശിതമായി വിമർശിച്ചുകൊണ്ട് 1873 മഹാത്മാ ജ്യോതിബ ഫുലെ ഗുലാംഗിരി എന്ന കൃതിയെ എഴുതി. കാരണം ആർ. ഈ പുസ്തകം സംസ്കൃത ഗ്രന്ഥങ്ങളെ ചോദ്യം ചെയ്യുകയും മഹാബലി, മഹിഷ തുടങ്ങിയ ആര്യന്മാരല്ലാത്ത യോദ്ധാക്കളെ വീരന്മാരായി അവതരിപ്പിക്കുകയും ചെയ്തു. ആൻസർ എയും ആറും ശരിയാണ്. 6 എയുടെ ശരിയായ വിശദീകരണമാണ്. ജാതി അനീതിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് 1873 മഹാത്മാ ജ്യോതിബ ഫുലെ ഗുലാംഗിരി എന്ന കൃതി എഴുതി. ഈ പുസ്തകം സംസ്കൃത ഗ്രന്ഥങ്ങളെ ചോദ്യം ചെയ്യുകയും മഹാബലി, മഹിഷ തുടങ്ങിയ ആര്യന്മാരല്ലാത്ത യോദ്ധാക്കളെ വീരന്മാരായി അവതരിപ്പിക്കുകയും ചെയ്തു. 6. താഴെ പറയുന്നതിൽ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? പ്രശസ്തമായ ഒരു കലാകാരനും സിനിമാ പിന്നണി ഗായകൻ കൂടിയാണ്. ആൻസർ സി ആണ്, പുഷ്പവതി പൊയ്പാടത്ത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, മൊഹറോവിസിക് തുടർച്ചയില്ലായ്മയെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ എ ആണ്, 1ഉം 3ഉം മാത്രമാണ് ശരി. ഭൂകമ്പ തരംഗങ്ങളുടെ പ്രവണത താഴത്തെ പുറന്തോടിൻ്റെയും മുകളിലെ മാൻറ്റിലിൻ്റെയും അതിരുകൾക്കിടയിലുള്ള തുടർച്ചയില്ലായ്മയെ സൂചിപ്പിക്കുന്നു. 3ാമത്തെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് 1909 മൊഹറോവിസിക് ആണ് ഈ തുടർച്ചയില്ലായ്മ കണ്ടെത്തിയത്. 8. യൂട്രോഫിക്കേഷനിൽ നയിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ സി ആണ്, 1ഉം 3ഉം ശരിയല്ല. നദിയിലെ വിഷരാസവസ്തുക്കളുടെ സാന്ദ്രതയിലെ വർധനവും സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉയർന്ന സാന്ദ്രതയാൽ മലിനമായ വെള്ളവും ശരിയല്ല. അപ്പോൾ യൂട്രോഫിക്കേഷനിൽ നയിക്കുന്ന കാരണം നദിയിലെ ജൈവ പോഷകങ്ങളുടെ സാന്ദ്രതയിലെ വർധനവ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ലിസ്റ്റ് എ ലിസ്റ്റ് ബിയുമായി പൊരുത്തപ്പെടുത്തുക. ആൻസർ ബി ആണ്, ചന്ദ്രപൂർ മഹാരാഷ്ട്ര, ബനാസ് ഗുജറാത്ത്, രാമഗുണ്ടം തെലങ്കാന, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. 10ാമത്തെ ക്വസ്റ്റ്യൻ, കുമയൂൺ ഹിമാലയത്തിൻ്റെ സ്ഥാനം കൃത്യമായി വിവരിക്കുന്നത് ഇവയിൽ ഏതാണ്? ആൻസർ ഡി ആണ്, 2 മാത്രം. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലാണ് കുമയൂൺ. 11. തൃശ്ശൂരിലെ മണ്ണുത്തിയിലെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏത് വിളയുടെ ഗവേഷണമാണ് നടക്കുന്നത്? അരിയാണ്. തൃശ്ശൂരിലെ മണ്ണുത്തിയിലെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ വിള എന്ന് പറയുന്നത് അരിയാണ്. 12ാം ക്വസ്റ്റ്യൻ, 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ നടന്ന 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഡി, ഉത്തരാഖണ്ഡാണ്. 38ാമത് നാഷണൽ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡ്. 13. ശ്രീമതി ബാർബറ വൂട്ടൻ്റെ അഭിപ്രായത്തിൽ ചില പൊതു അധികാരികൾ സാമ്പത്തിക മുൻഗണനകൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിനാണ് ബാധകമാകുന്നത്? ആൻസർ ബി ആണ്, സാമ്പത്തിക ആസൂത്രണം. ശ്രീമതി ബാർബറ വൂട്ടൻ്റെ അഭിപ്രായത്തിൽ ചില പൊതു അധികാരികൾ സാമ്പത്തിക മുൻഗണനകൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നത് താഴെ പറയുന്നതിൽ ഏതിനാണ് ബാധകമാകുന്നത്? ആൻസർ ബി, സാമ്പത്തികാസൂത്രണം. 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ആൻസർ എ ആണ്, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, LPG, ലിബറൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. 15. കാർഷിക വിളകളുടെ MSP നിശ്ചയിക്കുന്നതിനുള്ള C2+50% ഫോർമുല നിർദ്ദേശിച്ചുകൊണ്ട് ഉൽപ്പാദന ചെലവ് C2 അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ആൻസർ ഡി ആണ്, സ്വാമിനാഥ കമ്മീഷൻ. കാർഷിക വിളയുടെ MSP നിശ്ചയിക്കുന്നതിനുള്ള C2+50% ഫോർമുല നിർദ്ദേശിച്ചുകൊണ്ട് ഉൽപ്പാദന ചെലവ് C2 അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് ആരാണ് നിർദ്ദേശിച്ചത്?
ആൻസർ ഡി സ്വാമിനാഥൻ കമ്മീഷൻ. 16 താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്? ആൻസർ സി ആണ് തീവ്ര കാർഷിക ജില്ലാ പരിപാടി, തീവ്ര കാർഷിക മേഖലാ പരിപാടി, ഉയർന്ന വിളവ് നൽകുന്ന വൈവിധ്യ പരിപാടി. 17 താഴെ പറയുന്നവയിൽ ഏതാണ് നേരിട്ടുള്ള നികുതി? ആൻസർ ബി ആണ് കോർപ്പറേറ്റ് നികുതി. 18 ഇന്ത്യയിലെ നിലവിലുള്ള GST നിരക്ക് എത്രയാണ്? ആൻസർ എ ആണ് 0%, 5%, 12%, 18%, 28%. 19 1919 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഡി ആണ് എല്ലാം ശരിയാണ്. കേന്ദ്രത്തിലെ ദ്വീപ് സഭ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, കേന്ദ്രത്തിലെ ദ്വീപ് സഭ, സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്ത്രീകൾക്ക് വോട്ടവകാശം. 20 1976 42-ാം ഭരണഘടനാ ഭേദഗതി ആക്ടിൻ്റെ ആമുഖത്തിൽ ചേർത്ത വാക്കുകൾ? ആൻസർ സി ആണ് 2, 3, 4 എന്നിവ മാത്രം. സോഷ്യലിസ്റ്റ്, ഐക്യവും സമഗ്രതയും മതേതരത്വം. 21 ഗവർണർക്ക് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ഉണ്ട്. അതിൽ മുകളിൽ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ട്. ആൻസർ ഡി ആണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുക, സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ശുപാർശ ചെയ്യുക, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കുക, ഒരു മന്ത്രി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും മന്ത്രിസഭ അത് പരിഗണിച്ചില്ലെങ്കിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയോട് അത് കൗൺസിലിന് സമർപ്പിക്കാൻ ആവശ്യപ്പെടാം. 22 സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ എന്നതിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 3ഉം 4ഉമാണ്. ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ളയാൾ ഗവർണറുടെ ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറൽ പദവി വഹിക്കും. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 330, 332 പറയുന്നത്? ആൻസർ ബി ആണ് 1ഉം 2ഉം മാത്രം. ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള രാഷ്ട്രീയ സംവരണം. 2 വിധാൻസഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള രാഷ്ട്രീയ സംവരണം. 24 മൂന്നാം കക്ഷി വ്യവഹാര ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയെന്ന് വിലയിരുത്തുക. ആൻസർ എ ആണ് 1ഉം 2ഉം മാത്രം. പൊതുതാൽപര്യ വ്യവഹാരങ്ങൾക്ക് TPLF സഹായിക്കുന്നു. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ബി AK ബാലാജി എന്ന വിധിന്യായത്തിൽ സുപ്രീം കോടതി TPLFന് പച്ചക്കൊടി കാണിച്ചു. ആർട്ടിക്കിൾ 32 പ്രതിപാദിച്ചിരിക്കുന്ന കാരണങ്ങളല്ലാതെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിപ്പിക്കാൻ അധികാരം നൽകാൻ പാർലമെൻറ്റിനെ അനുവദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏത്? ആൻസർ എ ആണ് ആർട്ടിക്കിൾ 139. ആർട്ടിക്കിൾ 32 പരാമർശിച്ചിരിക്കുന്ന കാരണങ്ങളല്ലാതെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിപ്പിക്കാൻ അധികാരം നൽകാൻ ഈ പാർലമെൻറ്റിനെ അനുവദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 139. ആൻസർ എ. 26 താഴെ പറയുന്നവയിൽ ഏതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ സാങ്കേതിക വിഭാഗം അല്ലാത്തത്? ആൻസർ 2ഉം 4ഉം മാത്രമാണ്. ആൻസർ സി ആണ് 2ഉം 4ഉം മാത്രം. അപ്പോൾ സാങ്കേതിക വിഭാഗം എന്ന് പറയുന്നത് വ്യവസായ അടിസ്ഥാന സൗകര്യ വിഭാഗവും സാമൂഹിക സേവന വിഭാഗവും. 27ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക. അപ്പോൾ തെറ്റായ പ്രസ്താവനകൾ 1ഉം 2ഉം 3ഉമാണ്. 2006 ഡിസംബറിലെ ഗസ്റ്റ് വിജ്ഞാപനത്തിലൂടെ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 15(1) പ്രകാരം സ്ഥാപിതമായി തെറ്റ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നു തെറ്റ്. കമ്മീഷണർമാരുടെ കാലാവധി 5/65 തെറ്റാണ്. ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് 4 ശരിയാണ്. ഒരു അന്വേഷണ സമയത്ത് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. 28 താഴെ പറയുന്നതിൽ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല? കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായിട്ട് എറണാകുളം. 29 ഇന്ത്യയിൽ ദേശീയമായി പ്രഖ്യാപിച്ച ദുരന്തമല്ലാത്തത് ഏതാണ്? ആൻസർ ഡി ഉഷ്ണതരംഗം അല്ലെ സൂര്യാഘാതം. 30 ആയുഷ്മാൻ വയ വന്ദന കാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ആൻസർ ബി ആണ് 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള 5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള മുതിർന്ന പൗരന്മാർക്ക് മാത്രം തെറ്റാണ്. ആയുഷ്മാൻ വയവന്ദന കാർഡ് ഈ പദ്ധതി PMJAYയുടെ കീഴിൽ വരുന്നു. 5 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഒരേ വീട്ടിലെ എല്ലാ പ്രായമായ വ്യക്തികൾക്കും പരിരക്ഷ പങ്കിടും. 31 കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ ഏത് വർഷമാണ് നടപ്പിലാക്കിയത്? ആൻസർ സി 1960. 32 വിച്ച് എമംഗ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ ദ കമ്മീഷണറേറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്? ആൻസർ എ ആണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്.
താഴെ പറയുന്നവയിൽ ഏതാണ് ഗ്രാമവികസന കമ്മീഷണറേറ്റിൻ്റെ കീഴിൽ വരാത്തത്? തദ്ദേശ സ്വയംഭരണ വകുപ്പ്. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? മേര യുവ ഭാരത് പ്ലാറ്റ്ഫോം. 34 താഴെ പറയുന്നവയെ പൊരുത്തപ്പെടുത്തുക. ഒന്നാമത്തെ ദേശീയ ഹരിത ട്രിബ്യൂണൽ, ആൻസർ ബി ആണ് 2010. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ആൻസർ ഡി 1988. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, ആൻസർ എ 2005. സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണൽ, ആൻസർ സി 1992. 35 2024 വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ആൻസർ ബി അശോകൻ ചെരുവിൽ. 36 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി എവിടെയാണ് നടന്നത്? ആൻസർ സി ബാക്കു. 37 മനുഷ്യകോശങ്ങളിലെ ഗോൾഗി വസ്തുക്കളുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ആൻസർ ഡി പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ പ്രോട്ടീൻ പാക്കേജിങ്ങും. 38 എ പേഷ്യൻ വിത്ത് വിറ്റാമിൻ B1 ഡെഫിഷ്യൻസി എക്സിബിറ്റ്, ആൻസർ ഡി ആണ് ഓൾ ഓഫ് ദി എബവ്. ബെരിബെരി പെരിഫറൽ ന്യൂറോപ്പതി, വെർണിക് കോർസാക്കോഫ് സിൻഡ്രോം. 39 മലയാളം നോക്കാം. വിറ്റാമിൻ B1 തയാമിൻ കുറവുള്ള ഒരു രോഗി താഴെ പറയുന്നവ പ്രകടിപ്പിക്കുന്നു. ആൻസർ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. ബെറിബെറി, വെർണിക്കെ കോർക്കോസ സിൻഡ്രോം, പെരിഫറൽ ന്യൂറോപ്പതി. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഏത് ജനസിൽപ്പെടുന്നു? ആൻസർ ബി ലെൻറ്റി വൈറസ്. ഇന്ത്യയിൽ ആദ്യമായി COPD തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ട് താഴെ പറയുന്ന പൊതുജനാരോഗ്യ പരിപാടികളിൽ ഏതാണ് കേരളം ആരംഭിച്ചത്? ആൻസർ ബി ആണ് ശ്വാസ്. 41 താഴെ പറയുന്നതിൽ ഏതാണ് ന്യൂറോ ഡീജനറേറ്റീവ് രോഗം അല്ലാത്തത്? ആൻസർ ഡി ആണ് അഡിസൺസ് രോഗം. 42 കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണമുള്ള ജില്ലകൾ ഏതാണ്? ആൻസർ സി കൊല്ലം. കേരളത്തിൽ 43 കേരളത്തിൽ നിന്ന് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രൈമറി അമീബിക് മെനിങ്കോ എൻസഫാലിറ്റിസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ നെഗ്ലേരിയ ഫൗളേരി. 44 2024 ലോകാരോഗ്യ ദിനത്തിന് പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 45 ഭൂമിയെ ചുറ്റി വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ പരിഗണിക്കുക. ഉപഗ്രഹത്തിൻ്റെ ചലനത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ബി ആണ് വേഗത സ്ഥിരമാണ് പക്ഷേ ത്വരണം വേരിയബിളാണ്. 46 ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ 2ഉം 3ഉം ശരിയാണ്. തീവ്രത സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിൻ്റെ ആവൃത്തിയിലെ വർധനവ് ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജത്തിലെ വർധനവിന് കാരണമാകും. ആവൃത്തി സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിൻ്റെ തീവ്രതയിലെ വർധനവ് കൂടുതൽ ഫോട്ടോ ഇലക്ട്രോണുകളുടെ പുറന്തള്ളലിന് കാരണമാകും. 47 ഒരു ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കുന്നത് ഡാഷ് കാരണമാണ്. ആൻസർ ബി പ്രതലബലം. 48 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഡാഷ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ ചേസ്, ടാർജറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു. വിടവുകൾ പൂരിപ്പിക്കുക. ആൻസർ എ ആണ് സ്പേഡെക്സ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ സി ആണ് 1ഉം 4ഉമാണ് ശരി. നൈട്രജൻ തന്മാത്രയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, ശരിയാണ്. അതുപോലെ തന്നെ 4ഉം ശരിയാണ്. നൈട്രജൻ തന്മാത്രയ്ക്ക് ഓക്സിജൻ തന്മാത്രയേക്കാൾ ചെറിയ ബോണ്ട് ലെങ്ത്തും ഉണ്ട്. 50 അയോണിക് ആരങ്ങൾ വർദ്ധിക്കുന്ന ക്രമത്തിൽ അയോണുകളെ ക്രമീകരിക്കുക. ആൻസർ ബി ആണ് Mg2+, Na+, F-, O2-, O2-, N3-. 51 ആമാശയം സ്രവിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആൻസർ ഡി ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ആൻസർ സി സൾഫർ. 53 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാരതീയ സാഹിത്യ ശില്പികൾ എന്ന ജീവചരിത്ര പരമ്പരയിൽ പുറത്തുവന്ന മലയാള സാഹിത്യ പ്രതിഭകളുടെ ജീവചരിത്രകാരന്മാരെ പരിഗണിക്കുമ്പോൾ ചുവടെ പ്രസ്താവിക്കുന്ന ജോഡികളിൽ ചേരാത്തതേത്? ആൻസർ സി ആണ് ഇളംകുളം കുഞ്ഞൻപിള്ള, ജെ പത്മകുമാരി. 54 മധ്യേഷ്യയിലും മംഗോളിയയിലും കണ്ടുവരുന്ന സൂദ് എന്ന കാലാവസ്ഥാ പ്രതിഭാസത്തെ അടിസ്ഥാനപ്പെടുത്തി ചുവടെ പരാമർശിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ ഉത്തരശ്രേണി കണ്ടെത്തുക.
ആൻസർ ഡി ആണ്. മുകളിൽ പറഞ്ഞവയ്ക്ക് ശരിയാണ്. അപ്പോൾ മധ്യേഷ്യയിലും മംഗോളിയയിലും കണ്ടുവരുന്ന സൂദ് എന്ന കാലാവസ്ഥാ പ്രതിഭാസത്തെ കുറിച്ചാണ് പറയുന്നത്. ശക്തമായ കാറ്റ്, മഞ്ഞുവീഴ്ച എന്നിവയോട് കൂടി -30°C താഴെ വരെ തണുപ്പ് അനുഭവപ്പെടാൻ ഇട നൽകുന്ന കഠിന കാലാവസ്ഥാ പ്രതിഭാസമാണ് സൂദ്. കറുത്ത സൂദ് എന്നത് മഞ്ഞുവീഴ്ചയില്ലാത്ത അതിശൈത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2024 സൂദ് മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്യാപത്തിനെ നേരിടാൻ വേണ്ട പദ്ധതികൾക്കായി മംഗോളിയൻ സർക്കാർ തങ്ങളുടെ ഉപപ്രധാനമന്ത്രിയെ തന്നെയാണ് രംഗത്തിറക്കിയത്. 2023-24 ശൈത്യകാലത്ത് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ മഞ്ഞുവീഴ്ചയാണ് മംഗോളിയ എന്ന രാജ്യം സാക്ഷ്യം വഹിച്ചത്. 55 ചുവടെ പറയുന്ന പരമ്പരാഗത കലകളുടെ സവിശേഷത അല്ലാത്തത് ഏത്? ആൻസർ എ. നമ്പൂതിരി ബ്രാഹ്മണരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് ഐവറിക്കളി. 56 ഏത് രാജ്യത്തായിരുന്നു ഇന്ദ്രൻ എന്ന ദേവന്റെ പ്രീതിക്കായി പന്തൻ എന്ന ചെടിയുടെ തണ്ട് ഉപയോഗിച്ചുകൊണ്ട് പന്തൻ യുദ്ധം അഥവാ പെരാങ് പന്തൻ എന്ന പരമ്പരാഗത ഏറ്റുമുട്ടൽ ആചാരരീതി അരങ്ങേറിയത്? ആൻസർ സി. ഇന്തോനേഷ്യ. 57 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്കോളേഴ്സ് ഈസ് ആർ ദ ട്രാൻസ്ലേറ്റർ ഓഫ് ദസ്തയേവ്സ്കിസ് വേൾഡ് ഫേമസ് ക്ലാസിക് നോവൽ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഇൻറ്റു മലയാളം? കുറ്റവും ശിക്ഷയും. ആൻസർ ഡി ആണ്. എല്ലാവരും ട്രാൻസ്ലേറ്റേഴ്സാണ്. 1, 2, 3, 4. ആൻസർ ഡി ആണ്. ഇടപ്പള്ളി കരുണാകര മേനോൻ, വേണു വി ദേശം, KP ബാലചന്ദ്രൻ, KP ശശിധരൻ. അപ്പോൾ 57 റഷ്യൻ സാഹിത്യകാരനായ ദസ്തയേവ്സ്കിയുടെ പ്രസിദ്ധ നോവലായ കുറ്റവും ശിക്ഷയും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയവരെ പരിഗണിക്കുമ്പോൾ ശരിയായ ഉത്തരം ഏത്? ആൻസർ ഡി ആണ്. എല്ലാവരും. ഇടപ്പള്ളി കരുണാകര മേനോൻ, വേണു വി ദേശം, KP ബാലചന്ദ്രൻ, KP ശശിധരൻ. 58 ഇന്ത്യൻ MMA മിക്സഡ് മാർഷ്യൽ ആർട്ട് കായിക താരം പൂജ തോമർ അറിയപ്പെടുന്ന വിളിപ്പേര് എന്താണ്? ആൻസർ ബി. ദി സൈക്ലോൺ. 59 കേരളത്തിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലെ ആദ്യത്തെ നീന്തൽ ക്ലബ്ബ് എന്ന് വിശേഷണമുള്ള ഡോൾഫിൻ ക്ലബ്ബ് തിരുവനന്തപുരത്ത്. രണ്ടും ശരിയാണ്. 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ആൻസർ സി ആണ്. കേരളത്തിലെ ആദ്യത്തെ നീന്തൽ ക്ലബ്ബ് എന്നറിയപ്പെടുന്ന ഡോൾഫിൻ ക്ലബ്ബ് തിരുവനന്തപുരത്ത് സമീപം പിരപ്പിൻകോട് സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് N പരമേശ്വരൻ നായരാണ്. മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെവൻസ് ഫുട്ബോൾ മാച്ചുകൾ നടക്കുന്നത്. 60 താഴെ പറയുന്നതിൽ ഏത് പ്രോഗ്രാമിങ്ങിലെ ഒരു നിർദ്ദേശമല്ല? ആൻസർ ഡി സി ആണ്. ഡീബഗിംഗ് ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാമിംഗ് നിർദ്ദേശമല്ല. 61 OSI മോഡലിൽ ഹബ്ബ് പ്രവർത്തിക്കുന്ന ലെയർ ഏതാണ്? ആൻസർ ബി ആണ്. ഫിസിക്കൽ ലെയർ. 62 വെബ് ബ്രൗസറിൻ്റെ പ്രധാന പ്രവർത്തനം ഏതാണ്? ആൻസർ സി. വെബ് പേജുകൾ റിട്രീവ് ചെയ്ത് പ്രദർശിപ്പിക്കുക. 63 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപകരണങ്ങൾക്കായി ലിനക്സ് അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടുത്ത കാലത്ത് വിളംബരം ചെയ്ത കമ്പനി ഏതാണ്? ആൻസർ ബി ആണ്. ഗൂഗിൾ. 64 ടിഒബെ ഇൻഡെക്സ് പ്രകാരം 2024 ഏറ്റവും പ്രശസ്തമായ പ്രോഗ്രാമിങ്ങിനുള്ള ഭാഷ ഏതാണ്? ആൻസർ എ ആണ്. പൈത്തൺ. 65 2025 വിവരാവകാശ നിയമപ്രകാരം പൊതുപ്രവർത്തനങ്ങളുമായി ഇല്ലാത്തതും ആരുടെയെങ്കിലും സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം ചെയ്യുന്നതും നടത്തുന്നതുമായ വ്യക്തിഗത വിവരങ്ങൾ പങ്കിടാൻ പാടില്ല. ഒരു കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അപ്പീൽ അതോറിറ്റിയോ കൂടുതൽ പൊതുതാൽപര്യമുള്ളതിനാൽ വെളിപ്പെടുത്തലിനെ ന്യായീകരിക്കുന്നുവെന്ന് കണ്ടെത്തുന്നില്ലെങ്കിൽ ഈ പ്രസ്താവന ശരിയാണ്. അതായത് 2005 വിവരാവകാശ നിയമപ്രകാരം പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തതും ആരുടെയെങ്കിലും സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം നടത്തുന്നതുമായ വ്യക്തിഗത വിവരങ്ങൾ പങ്കിടാൻ പാടില്ല. ഒരു കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അപ്പീൽ അതോറിറ്റിയോ കൂടുതൽ പൊതു താൽപ്പര്യമുള്ളതിനാൽ വെളിപ്പെടുത്തലിനെ ന്യായീകരിക്കുന്നുവെന്ന് കണ്ടെത്തുന്നില്ലെങ്കിൽ. അറുപത്താറ് 2021 ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ ജില്ലാ കമ്മീഷൻ, സംസ്ഥാന കമ്മീഷൻ, ദേശീയ കമ്മീഷൻ എന്നിവയുടെ അധികാര പരിധി പ്രകാരം ഏതൊക്കെയാണ് ശരി? ആൻസർ ഡി ആണ്. 1, 2, 3 ശരിയാണ്. ജില്ലാ കമ്മീഷൻ 50 ലക്ഷം രൂപ വിലയുള്ള സാധനങ്ങളുടെയും സേവനങ്ങളെക്കുറിച്ചുള്ള പരാതി കൈകാര്യം ചെയ്യുന്നു. സംസ്ഥാന കമ്മീഷൻ 50 ലക്ഷത്തിൽ കൂടുതലും 2 കോടി രൂപ വരെയുള്ള വിലയുള്ള സാധനങ്ങളോ സേവനങ്ങളോ കുറിച്ചുള്ള പരാതി പരിഹരിക്കുന്നു. ദേശീയ കമ്മീഷൻ 2 കോടി കൂടുതലുള്ള സാധനങ്ങളോ സേവനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ കൈകാര്യം ചെയ്യുന്നു. 67 2016 വികലാംഗന്മാരുടെ അവകാശ നിയമപ്രകാരം വികലാംഗൻ എന്നാൽ ദീർഘകാല വൈകല്യമുള്ള ഒരു വ്യക്തിയാണ്.
വ്യക്തിയാണ് അർത്ഥമാക്കുന്നത്. തടസ്സങ്ങളുമായുള്ള ഇടപെടലിൽ മറ്റുള്ളവരുമായി തുല്യമായി സമൂഹത്തിൽ പൂർണ്ണവും ഫലപ്രദവുമായ പങ്കാളിത്തം തടസ്സപ്പെടുത്തുന്നു. ആൻസർ ഡി മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. അതായത് വികലാംഗൻ എന്നാൽ ദീർഘകാല ശാരീരിക, മാനസിക ബൗദ്ധിക അല്ലെങ്കിൽ ഇന്ദ്രിയ വൈകല്യമുള്ള ഒരു വ്യക്തിയാണ് അർത്ഥമാക്കുന്നത്. 68 2013 ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം തടയൽ നിരോധനം പരിഹാരം നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു ജോലി സ്ഥലത്തെ ഒരു തൊഴിലുടമ ഒരു ആന്തരിക കമ്മിറ്റി സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെടുത്തുകയോ ഈ നിയമത്തിലെയോ അതിൻ്റെ നിയമങ്ങളിലെയോ ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിക്കുകയോ ചെയ്താൽ അയാൾക്ക് $രൂപ വരെ പിഴ ചുമത്താം. ആൻസർ സി ആണ്, 50,000 രൂപ. 69 ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് നടപ്പിലാക്കിയത്? ആൻസർ ബി ആണ്, 323A ആർട്ടിക്കിൾ പ്രകാരമാണ് 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് നടപ്പിലാക്കിയത്. 2024 ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ പ്രമേയം ഏതാണ്? ആൻസർ എ ആണ്, ഐപിയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും നവീകരണവും സർഗാത്മകതയും ഉപയോഗിച്ച് നമ്മുടെ പൊതുഭാവി കെട്ടിപ്പടുക്കുക. 71 ഒരാൾ ജോലി സ്ഥലത്ത് നിന്ന് സൈക്കിൾ മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. പക്ഷേ 6 മിനിറ്റ് വൈകിയാണ് എത്തുന്നത്. വേഗത മണിക്കൂറിൽ 12 കിലോമീറ്ററായി വർദ്ധിപ്പിച്ച ശേഷം അയാൾ 6 മിനിറ്റുകൾ നേരത്തെ എത്തുന്നു. വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം എത്രയാണ്? ആൻസർ സി ആണ്, 12 കിലോമീറ്റർ. 72 രാഹുലിന് ഒരു ജോലി 16 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. സൂരജിന് അത് 12.4/5 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. അതേസമയം ഗീതുവിന് അതേ ജോലി പൂർത്തിയാക്കാൻ 32 ദിവസം എടുക്കും. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. പക്ഷേ രാഹുൽ 4 ദിവസത്തിന് ശേഷം പോകുന്നു. ജോലി പൂർത്തിയാകുന്നതിന് 3 ദിവസം മുമ്പ് സൂരജ് അതിൽ നിന്നും പുറത്തു കടക്കുന്നു. മുഴുവൻ ജോലിയും പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? ആൻസർ എ, 9 ദിവസം. 73 80 ലിറ്റർ മിശ്രിതത്തിൽ ആസിഡും വെള്ളവും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ആവശ്യമുള്ള ആസിഡും വെള്ളവും തമ്മിലുള്ള അനുപാതം 2:3 ആക്കി മാറ്റിയാൽ മിശ്രിതത്തിൽ എത്ര വെള്ളം ലിറ്ററിൽ ചേർക്കേണ്ടതുണ്ട്? ആൻസർ ബി, 40. 74 ഒരു രണ്ടക്ക സംഖ്യയും അതിലെ അക്കങ്ങൾ പരസ്പരം മാറ്റി രൂപപ്പെടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 18 ആണ്. കൂടാതെ 2 അക്കങ്ങളുടെ ആകെത്തുക 8 ആണ്. ഈ രണ്ടക്ക സംഖ്യയുടെയും അക്കങ്ങളുടെയും ഗുണനഫലം എന്താണ്? ആൻസർ എ, 15. 75 315 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ദണ്ടിൽ നിന്ന് എത്ര 12.6 സെൻറ്റിമീറ്റർ നീളമുള്ള കഷ്ണങ്ങൾ ലഭിക്കും? ആൻസർ സി, 25. 76 ഒരു ക്ലോക്കിൽ 3:20 മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ചേർന്നുണ്ടാകുന്ന കോൺ എത്രയാണ്? ആൻസർ ബി ആണ്, 20 ഡിഗ്രി. 77 3/65 ഇൻറ്റു 9/92 ഇൻറ്റു 7/81 യൂണിറ്റ് അക്കം ഏതാണ്? ആൻസർ ഡി, 1. 78 ഒരാൾ ഒരു നിശ്ചിത കിലോമീറ്റർ ദൂരം മണിക്കൂറിൽ 8 കിലോമീറ്റർ വേഗതയിൽ നടന്ന് മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗതയിൽ തിരിച്ചെത്തുന്നു. മടക്ക യാത്രയ്ക്ക് ആകെ എടുക്കുന്ന സമയം 3.5 മണിക്കൂറാണെങ്കിൽ അയാൾ നടന്ന ആകെ ദൂരം എത്ര? ആൻസർ ബി ആണ്, 24 കിലോമീറ്റർ. 79 ദീർഘചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ടിൽ വീതി നീളത്തിൻ്റെ 1/3 വരും. പ്ലോട്ടിൻ്റെ ചുറ്റളവ് 320 മീറ്റർ ആണെങ്കിൽ പ്ലോട്ടിൻ്റെ നീളം എത്ര? ആൻസർ ഡി, 120 മീറ്റർ. 80 2019 മാർച്ച് 15 വെള്ളിയാഴ്ചയാണെങ്കിൽ 2022 ഏപ്രിൽ 2 എന്തായിരിക്കും? ആൻസർ സി, ശനിയാഴ്ച. ഇംഗ്ലീഷ് എ പേഴ്സൺ ഹു ഹെൽപ്സ് others എസ്പെഷ്യലി ത്രൂ ചാരിറ്റബിൾ വർക്ക് ഓർ ഡൊണേഷൻ ഓഫ് മണി. ആൻസർ ബി, ഫിലാന്ത്രോപ്പിസ്റ്റ്. 82 ഫ്രം വിച്ച് ലാംഗ്വേജ് ഡസ് ദ വേർഡ് ഡെമോക്രസി കം? ആൻസർ ഡി, ഗ്രീക്ക്. ആഡ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് പ്ലീസ് ലെൻഡ് യുവർ ബുക്ക്. ആൻസർ സി, വിൽ യു. 84 ഹാഡ് ഐ നോട്ട് സീൻ ദിസ് വിത്ത് മൈ ഓൺ ഐസ് ഐ ഡാഷ് ഇറ്റ് ഐ വുഡ് നോട്ട് ഹാവ് ബിലീവ്ഡ്. ഹസാർഡസ് മീൻസ് ആൻസർ എ, ഡേഞ്ചറസ്. ദ കറക്റ്റ് വേർഡ് ഫോർ ടെൻഡിങ് ടു ചേഞ്ചബിൾ. 8 നെയ്തർ ഫുഡ് നോ വാട്ടർ ഡാഷ് ടു ബി ഫൗണ്ട് ദ. ആൻസർ വാസ്. Select the correct sentence. You need not do it. C ആണ്, ആൻസർ സി. 89 which is the word that means based on what seems to be so without further or deeper investigation. ആൻസർ സി, prima facie. 90 transform the given sentence without any change of meaning. Oh, that I were young again. ആൻസർ ബി, I wish that I were young again. 91 ലേഖകൻ എന്ന പദത്തിന് എതിർലിംഗം ലേഖിക. ദൃഢം എന്ന വാക്യം വിപരീതം ശിഥിലം.
ദൃഢം ഓപ്പോസിറ്റ് ശിഥിലം. താഴെ ഇറങ്ങി എന്ന പദം പിരിച്ചെഴുതുന്നത് താഴെ പ്ലസ് ഇറങ്ങി. ഭീമന്റെ പുത്രി ആൻസർ ഡി ഭൈമി. നവം എന്ന പദത്തിന് നാനാർത്ഥം പുതിയതും 9. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ലയെന്നു വരുമിതു നിർണയം. ആൻസർ സി വരികൾ കുഞ്ചൻ നമ്പ്യാരുടെ. 97 മുഖം എന്ന പദത്തിന് പര്യായമായി വരുന്നത് ആസ്യം. 98 ഹൃദയതാളം വിഗ്രഹിച്ചെഴുതുക ഹൃദയത്തിൻ്റെ താളം. അക്കാലം സന്ധി ദ്വിത്വസന്ധി. ശരിയായ പദമേത്? അനുഗൃഹീതനാണ്. അനുഗൃഹീതൻ ഓപ്ഷൻ എ ആണ്. താങ്ക് യു.